നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഏതായാലും ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. നമ്മുടെ പുട്ട് സാമൂലിച്ചാനെ അറിയാമല്ലോ. പണ്ട് മറ്റേ പുട്ട് കട്ട് എന്നിട്ട് തലയുടെ ഓട്ടിക്കിട്ട് അടിയും കൊടുത്ത് അവസാനം നാണക്കേട് കൊണ്ട് അങ്ങ് കാനഡയിലോട്ടോ അമേരിക്കയിലോട്ടോ ഏതോ ഗോവർണത്തേക്ക് ചേക്കേറിയിട്ടുള്ളൊരുത്തനാണ്. അപ്പോൾ അന്ന് പുട്ട് കട്ട് എന്നത് അവിടെയുള്ളൊരു മുസ്ലിമിൻ്റെ കടയിൽ നിന്നായതുകൊണ്ടും ആ അടി കിട്ടിയത് കൊണ്ടും പെട്ടെന്ന് ഈ മുസ്ലിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കടിച്ചു കീറി തിന്നുന്നൊരു ദേഷ്യം നമ്മുടെ ഇച്ചായനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചായൻ സംഖ്യകൾക്ക് വേണ്ടി കാസുകൾക്ക് വേണ്ടിയും ഇങ്ങനെ അവിടെ വിദേശത്തിരുന്നുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ ഏതാണ്ട് 5ഓളം എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു എന്നുള്ള ഒരു നുണപ്രചരണം ഇയാൾ വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത വന്നതോടുകൂടി ഇന്ത്യയിൽ ഈ സാമൂൽ ഇച്ചായൻ്റെ ചാനൽ അങ്ങോട്ട് ബാൻ ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ഒരു സീനിയർ മാധ്യമ പ്രവർത്തനാണ്, ഡൽഹിയിലൊക്കെ ആയിരുന്നു, വലിയ തലയ്ക്കകത്ത് ആൾതാമസമൊക്കെ ഉള്ള ആളൊക്കെയാണ്, കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മുസ്ലിങ്ങളെക്കുറിച്ച് സംഖ്യകളുടെ കൂടെ നിന്ന് അങ്ങനെ കൊണയടിച്ച് അവസാനം സംഖ്യകൾ കാലേ വാരി അങ്ങോട്ട് നിലത്തടിച്ചു മറ്റേ വാർത്ത ചെയ്തപ്പോൾ. അതോടുകൂടി ഇച്ചായൻ്റെ തലയ്ക്ക് പിന്നെയും ബോധം വീണു. പിന്നെ ഇച്ചായൻ സംഖ്യകൾക്കും RSSനും എതിരെയായി ചില വാർത്തകൾ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ റാം മാധവൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സാധനം അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോയായിരുന്നു. ആ പോയ സമയത്ത് അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വേട്ടാവളിയോട് ചോദിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും അപമാനമായി പോയി ആ ഒരൊറ്റ സംഭവം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ഇതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയും ചെയ്തില്ല. ആ മാധവനോട് ആ അമേരിക്കക്കാരൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് അമേരിക്കയിൽ വന്നത്? നിങ്ങൾ എന്തിനാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊല്ലുന്നത്, ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേ ഈ പൊട്ടൻ തേങ്ങാപ്പൂള് കണ്ടത് കണക്ക് ഉത്തരം പറയാൻ വയ്യാതെ ഈ വണ്ടിക്കകത്ത് കയറിപ്പോകുന്ന ദയനീയ കാഴ്ച നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്തോ? ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുന്ന ഈ സംഘിക്കൂട്ടങ്ങൾ, ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യകളായതുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഈ സംഘിവാണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ബലത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാളെ വോട്ടെണ്ണാണ്. പശ്ചിമ ബംഗാളിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP പിടിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിൽ BJPയുടെ പല നേതാക്കന്മാരും ജയിക്കും എന്നാണ് പറയുന്നത്. അവർ ഓൾറെഡി ലഡുവും കാര്യങ്ങളും ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ കട്ടൗട്ടും വാഹനമൊക്കെ ബുക്ക് ചെയ്ത് കൊച്ചിയിലൊരു സ്ഥലത്ത് ഇപ്പം സജ്ജമായിരിക്കുകയാണ്. നാളെ രാവിലെ റിസൾട്ട് വന്നാലുടനെ ഇവർ പൂരമാട്ടം അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു അജണ്ടയുണ്ട്, ഒരു കളിയുണ്ട്. നാളത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഏതൊക്കെ സ്ഥലത്ത് ഇവർ ജയിച്ചാൽ അവിടെ ആരൊക്കെയാണ് ഇവർക്ക് കൂട്ടുനിന്നിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന യവനാണെങ്കിലും കൊള്ളാം, അവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 7 അയലത്ത് പോലും അടിപ്പിക്കരുത്. എന്തായാലും നമുക്ക് പുട്ട് സാമൂൽ ഇച്ചായൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, അതൊന്ന് കാണാതെ പോകരുത് കേട്ടോ. ഒന്ന് കണ്ടേക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുക. Shri Madhavji, how you doing? What do you have to say about the RSS burning Christians alive? What do you have to say about the RSS gang raping Muslim women? What do you have to say about the RSS massacring Christians and Muslims in India? Lynching people for eating beef? Hey Shri Madhavji, why are you in America? Why are you in America, Madhavji? What's your agenda? What's your agenda in this country? What are you trying to accomplish? What are you attempting to influence in terms of American politics? Who are you meeting with? Who are you meeting with? Are you reporting it? And most importantly, Shri Madhavji, what do you have to say about the RSS gang raping Muslim women? Raping Christian nuns? Nothing? ഈ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന റാം മാധവനോട് അവിടെയുള്ള ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഇവിടെ അമേരിക്കയിൽ വന്നത്? RSSന് എന്താണ് അമേരിക്കയിൽ കാര്യം? നിങ്ങൾ എന്ത് ഔട്ട്റീച്ചിനാണ് വന്നത്? നിങ്ങളിവിടെ കന്യാസ്ത്രീകളെ ലിഞ്ച് ചെയ്യുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാകാം അമേരിക്കയിലെ ഈ പറയുന്ന ഇന്ത്യക്കാരോട് വെറുപ്പിൻ്റെ സംഭവം വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു ഡെലിഗേറ്റ് പോയിട്ടുണ്ട്, അതായത് അമേരിക്കയിൽ. എന്തിനാ? ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി. ഫൈനൽ റൗണ്ട്. ഒന്നാമത് അതിൻ്റെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോഴാണ് അമേരിക്ക തുറന്ന് ഇവരോട് പറയുന്നത്
കാരണം നിങ്ങൾ ആ റഷ്യൻ ഓയിൽ മേടിക്കുന്ന മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങൾ അവരെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ റഷ്യൻ ഓയിൽ കൊണ്ടുവരും, മറ്റേ ടാരിഫ് കൊണ്ടുവരും, 18% കൊണ്ടുവരും, നിങ്ങളുടെ ഞങ്ങൾ ഒടിച്ചങ്ങ് മടക്കും. ഇത് തന്നെയാണ് സംഭവം. കാര്യങ്ങളും ഇപ്പോഴാണ് മോദി ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പിടികിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് RSS ഇന്ത്യയിൽ. കാരണം BJPയുടെ പേരന്റ് സംഘടനയാണ്. ബജരാങ് ദളോ VSPയോ എന്ത് സംഭവമാണെങ്കിലും അതിൻ്റെയൊക്കെ പേരന്റ് സംഘടന RSS ആണ്. കാരണം RSS ആണ് സ്റ്റേക്ക് ഹോൾഡർ. ഈ പറയുന്ന ക്രൈസ്തവരെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു, വല്ലാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ മിഷണറി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും ഓർഡറും കൊണ്ടുവന്നിട്ട് വീടടിച്ച് പൊളിക്കുന്നു, ബൈബിൾ കൊണ്ടു നടക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളിത് ആദ്യം വിചാരിക്കണം, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന രാജ്യമല്ല. ചായൻ്റെ തലയ്ക്കകത്ത് ചെറിയ രീതിയിൽ ഒരു ബൾബ് കത്തിയാട്ടോ. കാരണം ഇച്ചായനെ സംഖ്യകൾ എടുത്തിട്ടങ്ങ് കടവിറങ്ങിയപ്പോഴാണ് ഇച്ചായൻ്റെ തലയ്ക്കകത്ത് ബൾബ് കത്തിയത്. അതുവരെ ഇച്ചായൻ സംഖ്യകളുടെ മൂടും താങ്ങി നടക്കുകയായിരുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് അവിടെ ചെന്നപ്പോൾ ആ നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ, നിനക്കെന്താണ് അമേരിക്കയിൽ പൊളിറ്റിക്സിൽ കാര്യം? RSSന് എന്താണ് അമേരിക്കയിൽ കാര്യം? RSS എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടി രൂപം കൊണ്ടതാണെന്നുള്ളത് വിദേശ രാജ്യങ്ങളുള്ളവർക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കിടക്കുന്ന ജനങ്ങളുടെ തലയ്ക്ക് ബോധം വീണിട്ടില്ല ഇതുവരെ. RSS എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യശാസ്ത്രം എന്താണ്, അവരെന്താണ് മുന്നോട്ട് വെക്കുന്ന അവരുടെ ആശയം, ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും ഇവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും BJP അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു ഇലക്ഷൻ തന്നെ ഉണ്ടാവുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്. വടക്കേ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ദിവസവും ഒരു ദളിത് യുവാവിൻ്റെ കഴുത്തിൽ ചെരുപ്പും തൂക്കി ആ മനുഷ്യനെ എന്തൊക്കെ തേജോപതമാണ് ഈ പരമചെറ്റകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലായിടത്തും ഉണ്ടാവും. എന്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ കഴിഞ്ഞ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മൾ കണ്ടത് എന്താ? പാവം പിടിച്ച ക്രൈസ്തവ പാസ്റ്റർമാരെ തെറി പറയുക, അടിക്കുക, എന്നിട്ട് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വീഞ്ഞും അപ്പവും കേക്കും കൊണ്ട് ഇവനെല്ലാം ഈ അന്തപ്പുരം കയറി ഇറങ്ങിയിട്ട് പച്ച വർഗീയത പറയുക. ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി, അതായത് പാല് പോലെയാണല്ലോ. ആ പാലിനകത്ത് ഒരു തുള്ളി ചാണകം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തു, തൃശ്ശൂർ കൊടുത്തു, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 2-3 സീറ്റ് കൂടെ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരി കേരളത്തിൽ കാണിച്ചു കൂട്ടാൻ പോകുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടത് മനസ്സിലാക്കും. അപ്പോഴേ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും രാജ്യത്തെ അപമാനിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്നത് ഈ സംഘി പരീക്ഷകൾ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലവുമാർക്ക് അങ്ങോട്ട് രാജ്യസ്നേഹം അങ്ങോട്ട് പൊട്ടി ഒഴുകിയിട്ട് അങ്ങോട്ട് കുരുപൊട്ട്. കാരണം സംഖ്യകൾ മാത്രമാണല്ലോ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നത്, സംഖ്യകളാണല്ലോ ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ ഭടന്മാർ. അതുകൊണ്ട് ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹിയാകും, നമ്മൾ സുഡാപ്പിയാകും, നമ്മൾ മറ്റേതാക്കി കളഞ്ഞ് കുറേ വേട്ടാവളിയന്മാർ വന്ന് കമൻ്റ് ഇടും. അവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.